ISLൽ നാളെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. നിലവിലെ ISL പോയിന്റ് ടേബിൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് 14 മത്സരങ്ങൾ കളിച്ചതിൽ നിന്ന് 14 പോയിന്റുമായി 10ാം സ്ഥാനത്തും, അതേസമയം പഞ്ചാബ് FC 12 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുമായി 8ാം സ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും നാളത്തെ മത്സരം അതിനിർണായകമാണ്. എന്നാൽ നാളെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറ്റുനോക്കാൻ പോകുന്നത് ഇൻട്രീം കോച്ചിന്റെ കീഴിലിറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങളിൽ മാറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്നാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ നോഹ സദോയി വഴിയുള്ള മുന്നേറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ മികച്ചതാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പഞ്ചാബ് FCക്കാവട്ടെ നാളെ പ്ലേയിങ് 11ൽ ഒരു വിദേശ താരത്തെ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയൂ എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സസ്പെൻഷനെ തുടർന്ന് ക്യാപ്റ്റൻ ലൂക്ക മാച്ചൻ, വിദാൽ എന്നിവർക്ക് നാളെ കളിക്കാനാവില്ല. അതുപോലെ തന്നെ ഡിഫൻഡർ ഇവാൻ നോവോസെലിക്കും മിഡ്ഫീൽഡർ ഫിലിപ്പിനും പരിക്കിനെ തുടർന്ന് നാളെ കളിക്കാൻ സാധിക്കില്ല. നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പഞ്ചാബിന്റെ മിഡ്ഫീൽഡർ അസ്മിർ സുജിക്ക് മാത്രമേ നാളെ പഞ്ചാബിനായി കളിക്കുക. ഈ സീസണിൽ പഞ്ചാബിന്റെ ഇന്ത്യൻ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഹോം ഗ്രൗണ്ടിൽ നേരത്തെ ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് FCക്ക് 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്താൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബ് FCയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിക്കാനാകുമോ ഇല്ലയോ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറ്റുനോക്കുന്നത്.